നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ സാരഥികൾ. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച. നിഖ്യ സുന്നഹദോസിന്റെ 1700-ാം വാർഷികം ആഘോഷിക്കാൻ മലങ്കര ഓർത്തഡോക്സ് സഭ. ആഘോഷങ്ങൾ ഈ മാസം 23-ന് കോട്ടയം ദേവലോകം അരമനയിൽ. പ്രഥമ മലങ്കര മാർത്തോമൻ പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്. തിരക്കിലലിഞ്ഞ് എരുമേലി. പേട്ടതുള്ളിയെത്തുന്നത് ആയിരങ്ങൾ. പോലീസ് നിരീക്ഷണം ശക്തം. പാലാ നഗരസഭയുടെ ഭരണം നിശ്ചയിക്കാൻ സ്വതന്ത്രരായ പുളിക്കക്കണ്ടം കുടുംബം. പൊതുജനങ്ങളെ വിളിച്ചുകൂട്ടി ജനസഭ. ജനാഭിപ്രായം ഇരു മുന്നണികളുമായും ചർച്ച ചെയ്യുമെന്ന് ബിനു പുളിക്കക്കണ്ടം. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കോട്ടയം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 71 ഗ്രാമപഞ്ചായത്തുകൾ, 6 നഗരസഭകൾ എന്നിവിടങ്ങളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ പഞ്ചായത്തുകളിൽ വിജയിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങളായി. 27-ാം തീയതി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ പുതിയ ഭരണസമിതിയുടെ കീഴിലാകും പഞ്ചായത്തുകൾ. പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും മുതിർന്ന ആളാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ഗ്രാമപഞ്ചായത്തിൽ അതത് സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. 22 അംഗങ്ങളുള്ള ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മുതിർന്ന അംഗം മോഹൻകുമാർ പൂഴിക്കുന്നേലാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് മോഹൻകുമാർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 10 അംഗങ്ങളുള്ള LDF പഞ്ചായത്ത് ഭരിക്കും. 17 അംഗങ്ങളുള്ള എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് റിട്ടേണിംഗ് ഓഫീസർ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ L രാഗിണി നേതൃത്വം നൽകി. മുതിർന്ന അംഗം VK അബ്ദുൽ കരീം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലും 18 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുതിർന്ന അംഗം പ്രൊഫസർ S പുഷ്കലാദേവിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതിനിടെ പഞ്ചായത്തിലെ 2-ാം വാർഡ് നെടുമാവിലെ LDF അംഗം മനോജ് 1 മണിക്കൂർ താമസിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് വാക്കേറ്റത്തിന് ഇടയാക്കി. മനോജിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് UDF അംഗങ്ങൾ രംഗത്തെത്തിയത് വാക്കേറ്റത്തിൽ കലാശിച്ചു. നൂറുകണക്കിന് ആളുകളും വിവിധ പഞ്ചായത്തുകളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ എത്തി. കോട്ടയം ജില്ലയിലാകെ 1596 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 1223 പേരും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 157 പേരും ജില്ലാ പഞ്ചായത്തിലേക്ക് 23 പേരും മുനിസിപ്പാലിറ്റികളിലേക്ക് 193 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30-ക്കും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചകഴിഞ്ഞ് 2:30-നും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന അംഗം തോമസ് കുന്നപ്പള്ളിക്ക് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം തോമസ് കുന്നപ്പള്ളിക്ക് വരണാധികാരിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് തോമസ് കുന്നപ്പള്ളി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് തോമസ് കുന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ആദ്യ കൗൺസിൽ യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ ഡിസംബർ 27-ന് നടക്കും. ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ രാവിലെ 10:30-നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചകഴിഞ്ഞ് 2:30-ന് നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിഖ്യ സുന്നഹദോസിന്റെ 1700-ാം വാർഷികം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്നു. ഈ മാസം 23-നാണ് വാർഷികാഘോഷം. പ്രഥമ മലങ്കര മാർത്തോമൻ പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന് സമ്മാനിക്കും. AD 325-ൽ നടന്ന നിഖ്യ സുന്നഹദോസിന്റെ 1700-ാമത് വാർഷികം കോട്ടയം പഴയ സെമിനാരിയിൽ ഡിസംബർ 23-ന് നടക്കുമെന്ന് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അറിയിച്ചു. രാവിലെ 9-ന് ആരംഭിക്കുന്ന പരിപാടികളുടെ ഭാഗമായി പ്രബന്ധ അവതരണം, പ്രമുഖ വേദ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ എന്നിവ നടക്കും. ഉച്ചകഴിഞ്ഞ് കത്തോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതു സമ്മേളനത്തിൽ ഇതര സഭാ പ്രതിനിധികളടക്കം 300 പേർ പങ്കെടുക്കും. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഭിന്നശേഷിക്കാരായവരുടെ സംഗമവും നടത്തുമെന്നും കത്തോലിക്ക ബാവ പറഞ്ഞു. ഈ വർഷത്തെ ക്രിസ്തുമസ് പുതുവർഷ ആഘോഷം ഭിന്നശേഷിക്കാരായ മക്കളോടുകൂടി ആവട്ടെ എന്ന് വ്യക്തിപരമായ എൻ്റെ ഒരു തീരുമാനമാണ്. അങ്ങനെ എടുക്കാൻ കാരണം കേരളത്തിലെ അനേക സ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കണ്ടനാട്, കുന്നംകുളം, ഓതറ, ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത മെൻ്റലി റിട്ടയർഡ് ആയിരിക്കുന്നവർക്കുള്ള സ്ഥാപനങ്ങൾ 5-6 ഉണ്ട്. അത് ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ കോട്ടയത്തുണ്ട്,
അതുപോലെ കൊട്ടാരക്കരയുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കോതമംഗലത്തുണ്ട്. അങ്ങനെയുള്ള എല്ലാ സ്കൂളുകളിലെയും സ്ഥാപനങ്ങളിലെയും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം, അത് അവരുടെ ഭിന്നശേഷിക്കാരാണെങ്കിലും അവരുടേതായിരിക്കുന്ന കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. രാവിലെ 9 മണിക്ക് ഡിസംബർ 31 രാവിലെ 9 മണിക്ക് ആരംഭിക്കും. അത് 2 മണി വരെ ആണ് അതിന്റെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഡിസംബർ 31 കോട്ടയം പഴയ സെമിനാരിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രഥമ മലങ്കര മാർത്തോമൻ പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് സമ്മാനിക്കും. സംഗമത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരുടെ കലാപ്രകടനങ്ങൾ, സ്നേഹവിരുന്ന് എന്നിവയും നടക്കുമെന്നും കത്തോലിക്ക ബാവ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരക്കിലലിഞ്ഞ് എരുമേലി. വാവരുസ്വാമിയെ ദർശിച്ച് പേട്ടതുള്ളി വലിയമ്പലത്തിലെത്തി ശബരിമലയിലേക്ക് ദിവസവും 10,000-ങ്ങളാണ് എരുമേലിയിലെത്തി കടന്നുപോകുന്നത്. ശബരിമല മണ്ഡല തീർത്ഥാടന കാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തീർത്ഥാടന തിരക്കിൽ അലിഞ്ഞ് എരുമേലി. ദിവസവും 10,000-കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളി സന്നിധാനത്തേക്ക് പോകുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടക സംഘം എരുമേലി കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളിയാണ് പുറത്തേക്ക് വരുന്നത്. പേട്ടതുള്ളൽ പാതയിൽ പേട്ടതുള്ളി വലിയമ്പലത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ശബരിമല സന്നിധാനത്തേക്ക് സംഘം പുറപ്പെടുന്നത്. തീർത്ഥാടന കാലം തുടങ്ങിയാൽ ശബ്ദമുഖരിതമാണ് എരുമേലി. വാദ്യമേളങ്ങളുടെ അകമ്പടിയിലാണ് പേട്ടതുള്ളൽ. നഗരത്തിലും ശബരിമല പാതയിലും തീർത്ഥാടകരെ പ്രതീക്ഷിച്ച് നൂറുകണക്കിന് കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും സജ്ജമാണ്. പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിൽ മുഴുവൻ പോലീസിന്റെ ക്യാമറ നിരീക്ഷണത്തിലാണ്. ന്യൂസ് ബ്യൂറോ, എരുമേലി. പാലാ നഗരസഭയിലെ സ്വതന്ത്ര അംഗങ്ങളായ പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ നേതൃത്വത്തിൽ വോട്ടർമാരെ ചേർത്ത് ജനസഭ നടത്തി. 13, 14, 15 വാർഡുകളിലെ വോട്ടർമാർ പങ്കെടുത്തു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര അംഗങ്ങളായ പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ 13, 14, 15 വാർഡുകളിലെ വോട്ടർമാരെ ചേർത്ത് ജനസഭ നടത്തി. ജനസഭയിൽ മുന്നോട്ട് വന്ന നിർദ്ദേശപ്രകാരം ഇരു മുന്നണികളുമായി ചർച്ച നടത്തുമെന്ന് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ആദ്യം UDF-ഉമായും പിന്നീട് LDF-ഉമായും ചർച്ച നടത്തും. ഇരു മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ചായിരിക്കും പിന്തുണ സംബന്ധിച്ച തീരുമാനമെടുക്കുക. മുന്നണികൾക്ക് അപ്രാപ്യമായ നിർദ്ദേശങ്ങൾ ഉന്നയിക്കില്ലെന്നും ബിനു പറഞ്ഞു. ആദ്യമേ UDF-ഉമായിട്ട് തന്നെ നമ്മൾ ആദ്യമേ ചർച്ച നടത്തും. അതിന് ഒരു തീരുമാനവും നമ്മളപ്പോൾ പറയത്തില്ല. പക്ഷേ നമുക്ക് രണ്ട് കൂട്ടരോടും നമുക്കുള്ള ഉറപ്പ്, അതായത് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇതിൽ നമുക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ തരുന്ന കാര്യത്തിലായിക്കോട്ടെ, അതിലുള്ള ഉറപ്പ് അതൊരു പക്ഷേ ഇതുപോലെ നമുക്ക് യോഗം വിളിച്ചു ചേർക്കാൻ സാധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ സാധിക്കില്ല എങ്കിലും അത് നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ 3 വാർഡുകളിലെയും ഭൂരിപക്ഷം ആളുകളും ഏകദേശം എനിക്കൊന്ന് 90% ആളുകളും 14-ാം വാർഡിലൊക്കെ 100% ആളുകളും വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. എല്ലാവരെയും അത് അറിയിക്കുന്നതായിരിക്കും. ഇവിടെ എല്ലാവരും കൂടുതൽ പേരെഴുതി നമുക്ക് രാഷ്ട്രീയ സാഹചര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പ്രവചിക്കാൻ പറ്റത്തില്ല. ഇവിടെ പൊന്നമ്മ ചേച്ചി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ട കാര്യം അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യം ചർച്ചയിലേക്ക് വെക്കുന്നത്. അപ്പോൾ ആ ചർച്ചകളിൽ എത്രത്തോളം പുരോഗതി ഉണ്ടാകുന്നു അല്ലെങ്കിൽ എത്രത്തോളം, ഏതായാലും ഒരു കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വീണ്ടും പറയുന്നു, നമ്മൾ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത
ഒരു കാര്യവും അവരോട് നമ്മൾ ആവശ്യപ്പെടത്തില്ല. അതേസമയം UDFുമായി ഏകദേശ ധാരണയിലെത്തിയതായും സൂചനയുണ്ട്. സ്ഥാനങ്ങൾ വഹിക്കുന്ന കാലയളവ് സംബന്ധിച്ച തർക്കമാണ് ഇനി അവശേഷിക്കുന്നത്. കോൺഗ്രസിന് ചെയർമാൻ സ്ഥാനത്തിൽ കൂടുതൽ കാലം നൽകണമെന്ന ആവശ്യമാണ് അന്തിമ ധാരണാ പ്രഖ്യാപനം വൈകുന്നതെന്നറിയുന്നു. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. നാടെങ്ങും ക്രിസ്മസ് ആഘോഷത്തിൽ കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. പുൽക്കൂട് ഒരുക്കിയും കേക്ക് മുറിച്ചും അംഗങ്ങൾ ആഘോഷത്തിൽ പങ്കാളികളായി. ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജ് N. മനോജ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. As we all know, Christmas is a festival that reminds us of timeless values such as hope, love, peace, compassion, forgiveness, sharing and goodwill. The message of Jesus Christ, love, mercy, humility, service, justice and care for the weak are values which are deeply aligned with the spirit of justice and humanity that guide our judicial system, of which we all are part. As a member of judicial system, we, the bench and bar, attempt to deliver justice to all. I remind you all to uphold values of justice, sharing and caring for the society. Though our celebrations of Christmas is over, we should uphold the message of Jesus and continue to work to impart justice for all. കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസഫ് പുളിക്കൻ ക്രിസ്മസ് സന്ദേശം നൽകി. പ്രകാശത്തെ ഒന്നാമത് സ്നേഹമെന്ന് വ്യാഖ്യാനിക്കാം. അവരനെ കാണാനുള്ള കണ്ണും കരുതലുമാണ് സ്നേഹം എന്നൊക്കെ പറയുന്നത്. പ്രകാശം സ്നേഹമാണ്, പ്രകാശം സത്യമാണ്, പ്രകാശം പ്രത്യാശയാണ്, സമാധാനമാണ്. ഇതെല്ലാം പ്രകാശത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമായ വാക്കുകളാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഈ ദൈവത്തെ ശരിയാവണ്ണം ഉൾക്കൊള്ളുന്ന വിശ്വസിക്കുന്ന വ്യക്തികൾ പ്രകാശത്തിൽ ചരിക്കുന്നവർ ആണ് ആകേണ്ടതാണ്. നമ്മളെല്ലാം തന്നെ ദൈവവിശ്വാസികളാണ്. അപ്പോൾ ഈ ഈശ്വരനെ ഉള്ളിൽ സ്വീകരിക്കുന്നവർക്ക് പ്രകാശത്തെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള വിശാലതയുള്ളൊരു ഹൃദയം വേണം. അല്ലെങ്കിൽ ഹൃദയത്തെ പ്രകാശിതമാക്കുന്ന ഒരു ദൈവസാന്നിധ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ കാണുന്ന ദൈവത്തിൻ്റെ രൂപം തെളിയണം. ആ ഒരു കാഴ്ചപ്പാട് കൂടി ഇന്ന് ഈ കാലത്ത് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട് പ്രധാനമായിട്ടും. കാരണം ഒരുപാട് അന്ധകാരം വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇടുങ്ങിയ ഇടങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നു. അത്തരം ഇരുട്ടിൽ മനുഷ്യന് തട്ടി വീഴുന്നുണ്ട്, മനുഷ്യരെ തട്ടി തന്നെ വീഴുന്നുണ്ട്. മനുഷ്യരെയും വസ്തുക്കളെയും മൃഗങ്ങളെയും ഒക്കെ തട്ടി വീഴുന്നു ഈ കാലത്ത് മനുഷ്യൻ. എന്ന് വെച്ചാൽ അവരനെ കാണാനുള്ള കരുതലും കാഴ്ചയും ഇല്ലാതെ പോകുന്നുവെന്ന് അർത്ഥം. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബിജോയ് അധ്യക്ഷനായി. സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, സ്മിത സൂസൻ മാത്യു, നിയത പ്രസാദ്, B. അശോക്, അഡ്വക്കേറ്റ് അനീസ M. തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാല റിവർവ്യൂ റോഡിലുള്ള അണ്ണൻസ് മൊബൈൽസ് എന്ന മൊബൈൽ ഷോപ്പിൽ നിന്ന് മോഷണം നടത്തിയ മോഷ്ടാവിനെ പോലീസ് പിടികൂടി. ഇടുക്കി സ്വദേശി മാങ്ങാത്തോട്ടിലിൽ ഒറ്റപ്ലാക്കൽ അനന്തു ബാബുവാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 12-ാം തീയതി രാത്രിയിൽ മോഷണം നടത്തിയ അനന്തു വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 92,000 രൂപ വില വരുന്ന ഫോണുകൾ കൊണ്ടുപോയി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ശബരിമല മണ്ഡലകാലത്ത് ഏറെ ശ്രദ്ധ നേടുന്ന ക്ഷേത്രമാണ് ചിറക്കടവ് തെക്കേത്ത് കവലയിലെ താന്നുവേലിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഏതെങ്കിലും കാരണത്താൽ ശബരിമലയിൽ പോകാൻ സാധിക്കാത്തവർ താന്നുവേലി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് ശബരിമലയ്ക്ക് പോകുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ശബരിമല മണ്ഡലകാലത്ത് ഏറെ ശ്രദ്ധ നേടുന്ന ക്ഷേത്രമാണ് ചിറക്കടവ് തെക്കേത്ത് കവലയിലെ താന്നുവേലിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. 1820 മുൻപ് താന്നുവേലിൽ കുടുംബം പണി കഴിപ്പിച്ചതാണ് താന്നുവേലിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കണക്കപ്പിള്ളയായിരുന്ന നാരായണപിള്ള എല്ലാ വർഷവും മുടങ്ങാതെ ശബരിമല ദർശനം നടത്തിയിരുന്നു. പ്രായാധിക്യത്താൽ ശബരിമലയ്ക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ ഇനി മലയ്ക്ക് വരേണ്ടതില്ലെന്നും ഞാൻ അങ്ങോട്ടെത്താമെന്നും അയ്യപ്പൻ സ്വപ്ന ദർശനം നൽകി. പിറ്റേന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തു നിന്നും ഒരു വാൾ കിട്ടി. തുടർന്ന് ഇവിടെ നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം പണിയുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. തുടർന്ന് വന്ന കാരണവന്മാർ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിപ്പോന്നു. ഏതെങ്കിലും ഭക്തന് ശബരിമലയ്ക്ക് പോകാൻ കഴിയാതെ വന്നാൽ താന്നുവേലിൽ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. ശബരിമലയിലെ പൂജാവിധികൾക്ക് സാമ്യമാണ് ഇവിടുത്തെ പൂജാവിധികളും. 2019 മുതൽ താന്നുവേലിൽ ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രമെന്ന് ട്രഷറർ CG മോഹൻദാസ് പറഞ്ഞു. 2019 മുതൽ താന്നുവേലിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇതിൻ്റെ ഭരണം നടത്തി വരുന്നത്. നിലവിൽ അഡ്വക്കേറ്റ് CR ശ്രീകുമാർ
മാനേജിംഗ് ട്രസ്റ്റിയും ശ്രീ ബിനുജി നായർ സെക്രട്ടറിയും ശ്രീ മോഹൻദാസ് CG ട്രഷററുമായിട്ടുള്ള 11 അംഗ സമിതിയാണ് ഇതിൻ്റെ ഭരണം മേൽനോട്ടം നടത്തി കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ വർഷങ്ങളായിട്ട് ചെറുക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ കാവടിക്ക്, അഷ്ടമി കാവടിക്ക് അവർക്ക് പടച്ചോറ് കൊടുക്കുന്ന ഒരു പതിവും കൂടെയുണ്ട്. അതൊരു ആചാരമായിട്ട്, ഒരു വഴിപാടായിട്ട് ഈ ക്ഷേത്രത്തിൽ നിന്നും ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ മണ്ഡല മഹോത്സവത്തിൻ്റെ അവസാന സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിരവധി ആളുകൾ, ധാരാളം ആളുകൾ നമ്മുടെ അമ്പലത്തിൽ വരുന്നുണ്ട്. മണ്ഡല മഹോത്സവത്തിൻ്റെ അവസാന ദിവസം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് 40ാമത്തെ ദിവസമാണ്. അന്ന് കാവടിയാട്ടം, അതുപോലെ തന്നെ കളവെഴുത്തും പാട്ടും, വിവിധ കലാപരിപാടികൾ, അങ്ങനെയൊരു ഉത്സവ അന്തരീക്ഷത്തിലാണ് 40ാമത്തെ ദിവസം ഇവിടെ കടന്നു പോകുന്നത്. താന്നുവേലി ക്ഷേത്രത്തോടനുബന്ധിച്ച് പണ്ട് കളരി തിരുമ ചികിത്സാ കേന്ദ്രവും ഉണ്ടായിരുന്നു. മണ്ഡലകാലത്ത് 41 ദിവസവും എല്ലാ മലയാള മാസം 1-ാം തീയതിയും ക്ഷേത്രം തുറന്ന് പൂജകൾ നടത്തും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മുളയിലും കച്ചിയിലും നിർമ്മിച്ച പരമ്പരാഗത പുൽക്കൂടുമായി അറുമുഖൻ വീണ്ടും കോട്ടയത്ത്. നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിന് മുൻപിലാണ് അറുമുഖൻ പുൽക്കൂട് ഉണ്ടാക്കി വിറ്റഴിക്കുന്നത്. പാലക്കാട് കൊഴിഞ്ഞമ്പാറക്കാരനായ അറുമുഖന്റെ കുടുംബവും പുൽക്കൂട് നിർമ്മാണത്തിന് ഒപ്പമുണ്ട്. ക്രിസ്തുമസ് സീസണിൽ അറുമുഖൻ പുൽക്കൂടുകളുമായി കോട്ടയത്തെത്തും. ഇത് 5-ാം തവണയാണ് അറുമുഖൻ പുൽക്കൂട് കച്ചവടത്തിനായി കോട്ടയത്തെത്തിയത്. മുള, കച്ചി എന്നിവ കൊണ്ടുണ്ടാക്കുന്ന പുൽക്കൂടുകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. മുളയും കച്ചിയും ഉൾപ്പെടെ പുൽക്കൂടുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ പാലക്കാട് നിന്ന് കൊണ്ടുവരുന്നതാണ്. പുൽക്കൂടിന്റെ മേൽക്കൂരയുടെയും വശങ്ങളിലെ മുള കൊണ്ടുള്ള ഭാഗവും നിർമ്മിച്ചു കൊണ്ടുവരും. ഇവിടെ എത്തി അവ യോജിപ്പിക്കുന്നു. പുതിയ പുൽക്കൂട് നിർമ്മിക്കുന്നുമുണ്ട്. മുള കീറി വണ്ണം കുറയ്ക്കുന്ന ജോലികൾ അറുമുഖൻ ചെയ്യുന്നു. മകൻ ശരവണകുമാർ മുള കഷ്ണങ്ങൾ ആണിയും നൂൽക്കമ്പിയും ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിക്കുന്നു. അറുമുഖന്റെ ഭാര്യ വിമലയും പുൽക്കൂട് നിർമ്മാണത്തിൽ ഇവരെ സഹായിക്കുന്നു. പരമ്പരാഗത രീതിയിലുള്ള പുൽക്കൂടുകൾ വാങ്ങാൻ ആളുകൾ ധാരാളമായി എത്തുന്നു. വലിപ്പമനുസരിച്ചാണ് പുൽക്കൂടുകൾക്ക് വില. ഏറ്റവും ചെറിയ പുൽക്കൂടിന് 250 രൂപയാണ്. 350, 450, 550 എന്നിങ്ങനെയാണ് വില. ഏറ്റവും വലിയ പുൽക്കൂടിന് 550 രൂപയാണ് വില. അത്യാവശ്യം നല്ല കച്ചവടമാണ് ലഭിക്കുന്നതെന്ന് അറുമുഖൻ പറഞ്ഞു. അങ്ങനെ പോണം. ഇപ്പൊ 2 ദിവസമായിട്ട് കുഴപ്പമില്ല, പോയിക്കൊണ്ടിരിക്കണം. അതെ, സാധനം അവിടുന്ന് കൊണ്ടുവരികയാണ്. ഇത് മുള, കക്ഷി, നൂൽക്കമ്പി, മുള്ളാണി, അങ്ങനെയുള്ള ഇതില് സെറ്റാക്കി കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇന്നലെ തൊട്ട് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അതേസമയം പരമ്പരാഗത പുൽക്കൂടുകൾ വാങ്ങാൻ കിട്ടാറില്ല എന്ന് ആവശ്യക്കാർ പറയുന്നു. മുളയും കച്ചിയും ഒക്കെ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അറിഞ്ഞും പറഞ്ഞും പത്രവാർത്തയും കണ്ടാണ് അറുമുഖന്റെ പുൽക്കൂട് വാങ്ങാൻ ആളുകൾ എത്തുന്നത്. വില കൂടുതലാണെന്ന് ചിലർ പറയാറുണ്ടെങ്കിലും വില പേശാതെ പുൽക്കൂട് വാങ്ങിക്കൊണ്ടു പോകുന്നു. ഡിസംബർ 12-നാണ് പുൽക്കൂട് വിൽക്കാനായി അറുമുഖനും കുടുംബവും പാലക്കാട്ടു നിന്നും കോട്ടയത്തെത്തിയത്. ക്രിസ്തുമസിനു ശേഷം നാട്ടിലേക്ക് മടങ്ങും. സീസൺ അല്ലാത്തപ്പോൾ കുട്ട നിർമ്മാണമാണ് ഇവരുടെ ജോലി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വെള്ളരിക്കുണ്ട് അനിശ്ചിതകാല കർഷകരാജ സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് ഈരാറ്റുപേട്ടയിൽ 51 മണിക്കൂർ രാപ്പകൽ ഉപവാസ സമരം നടത്തി. സമാപന സമ്മേളനം ഇമാം കൗൺസിൽ ചെയർമാൻ മുഹമ്മദ് നദീർ മൗലവി ഉദ്ഘാടനം ചെയ്തു. വനാനുബന്ധ പ്രദേശങ്ങളിലുമൊക്കെ അതിദയനീയമായ വന്യമൃഗ അക്രമങ്ങൾ നടന്നു വരുന്നതിനെ കുറിച്ച് നമ്മളെല്ലാവരും അറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല വനപ്രദേശങ്ങളിലും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കോട്ടയത്തെ ആദ്യകാല പത്രപ്രവർത്തകനും സൊലെ എന്ന പേരിൽ വാർത്തകൾ നൽകിയിരുന്ന തിരുവാർപ്പ് ബാലന്റെ അനുസ്മരണം കോട്ടയത്ത് നടന്നു. പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് മുഖ്യപ്രഭാഷകനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ സാരഥികൾ. അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച. നിഖ്യ സുന്നഹദോസിന്റെ 1700-ാം വാർഷികം ആഘോഷിക്കാൻ മലങ്കര ഓർത്തഡോക്സ് സഭ. ആഘോഷങ്ങൾ ഈ മാസം 23-ന് കോട്ടയം ദേവലോകം അരമനയിൽ. പ്രഥമ മലങ്കര മാർത്തോമൻ പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്. തിരക്കിലലിഞ്ഞ് എരുമേലി. പേട്ടതുള്ളി എത്തുന്നത് ആയിരങ്ങൾ. പോലീസ് നിരീക്ഷണം ശക്തം. പാലാ നഗരസഭയുടെ ഭരണം നിശ്ചയിക്കാൻ സ്വതന്ത്രരായ പുളിക്കക്കണ്ടം കുടുംബം. പൊതുജനങ്ങളെ വിളിച്ചുകൂട്ടി ജനസഭ. ജനാഭിപ്രായം ഇരു മുന്നണികളുമായും ചർച്ച ചെയ്യുമെന്ന് ബിനു പുളിക്കക്കണ്ടം.
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.